മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ എങ്ങനെ മഹിയെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം പെട്ടെന്ന് തന്നെ മാർക്കോടെ ഫോൺ വരികയാണ് കേട്ടോ. വീഡിയോ കോളിൽ മാർക്കോ വിളിക്കുകയായിരിക്കും കേട്ടോ. അത് കണ്ടതും തന്നെ മഹാലക്ഷ്മി എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കണ്ണൻ കേട്ടോ. കൂടെ തന്നെ മഹാലക്ഷ്മി ഉണ്ടാവും. നീ ഇത് എവിടെ പോയി കിടക്കുകയാണ്, ഞാൻ നിന്നെ ഒരുപാട് വിഷമിച്ചല്ലോ കാണാഞ്ഞിട്ട്, നീ എവിടെയാണ് എന്ന് പറഞ്ഞ് കണ്ണൻ മഹാലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അതേസമയം ദേഷ്യപ്പെടേണ്ട കണ്ണേട്ടാ, ഒരു സംഭവം ഉണ്ടായി, അതുകൊണ്ടാണ് എന്നെ കൊല്ലാൻ ആൾക്കാർ വന്നു, അതുകൊണ്ടാണ് എന്നിങ്ങനെ മഹാലക്ഷ്മി പറയാണ്. മഹാലക്ഷ്മിക്ക് ഇങ്ങനെ വാക്കുകളൊന്നും പറയാനേ പറ്റുന്നില്ല കേട്ടോ കണ്ണനോട്. അതേസമയം കണ്ണനോട് മാർക്കോ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇങ്ങനെയൊക്കെയാണെന്ന് നടന്നത്. മോർച്ചറിയിലൊരു ജഡം കൊണ്ടുവന്നിട്ട് മഹാലക്ഷ്മിക്ക് പകരമായിട്ട് വെച്ചിട്ട് കത്തിക്കുകയാണ്. അവരെല്ലാം മഹാലക്ഷ്മി മരിച്ചു എന്നാണ് കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആണ് മഹാലക്ഷ്മി വരാൻ വൈകിയത്. ഞാൻ തക്ക സമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ മഹാലക്ഷ്മി ഇന്ന് ജീവിച്ചിരിക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതൊക്കെ കേട്ടിട്ട് കണ്ണനും അനന്തോ ആകെ സ്തംഭിച്ചു പോവുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ ഇത് സത്യം തന്നെയാണോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ കണ്ണൻ. എന്നിട്ട് പറയാണ്, നീ ഇല്ലായിരുന്നെങ്കിൽ മാർക്കോ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നെ ദൈവമായിട്ട് കൊണ്ടു തന്നതാണ്, ഞങ്ങളെ എങ്ങനെ നിന്നോട് നന്ദി പറയണമെന്ന് അറിയില്ല എന്നിങ്ങനെ പറയണം. എന്നോട് നന്ദിയൊന്നും പറയണ്ട, പക്ഷേ മേഡം അവിടെ സേഫായിട്ട് ഇരിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയണം. പിന്നീട് മഹാലക്ഷ്മി മാർക്കോ ലേഖരെടുത്ത് കൊണ്ടാക്കുകയാണ് കേട്ടോ. ലേഖയും മഹാലക്ഷ്മിയും കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ കണ്ണൻ എങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇനി പേടിക്കണ്ട, ശത്രുക്കൾ എന്തായാലും പ്രബലരാണ്, അവരെ നമുക്ക് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കണമെന്ന് മാർക്കോ കണ്ണനോട് പറയണം കേട്ടോ. അതേസമയം പ്രതാപൻ മേഘനാഥനോട് പറയണം, നീ എനിക്ക് ജനിക്കാതെ പോയൊരു മകനാണ്, എനിക്ക് എത്ര സന്തോഷമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷമാണ് നിന്നോട് എനിക്ക് എന്നിങ്ങനെ പറയണം കേട്ടോ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, ഞാൻ എൻ്റെ അനിയത്തിയെ പോലെ തന്നെയാണ് ഞാൻ കരുണയെ കണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയണേ. ഇനി നമുക്ക് വേണ്ടത് ആ മാർക്കോയെ ഇല്ലാതാക്കണം, അതിനുവേണ്ടി എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം എന്നിങ്ങനെ പ്രതാപൻ പറയണം. അതിനുശേഷം പ്രതാപന് സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വീട്ടിൽ പോയിട്ട് മുത്തശ്ശിയോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ശരിക്കും അവൾ മരിച്ചോ, നീ കണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. കാരണം അവൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള പെണ്ണാണ്, അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. ശരിക്കുമാണ് അമ്മേ, ഞാൻ കണ്ടു, അവളുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്നുമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മുത്തശ്ശി ഇങ്ങനെ പറയണം, എൻ്റെ കൊച്ചുമോൾക്ക് എന്തുമാത്രം സന്തോഷമായിട്ടുണ്ടാകും, അവൾ എന്തായാലും നാളെ വരും, നാളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പറയും, അവൾക്കൊരു നല്ല സമ്മാനം വാങ്ങി കൊടുക്കണം എന്നിങ്ങനെ മുത്തശ്ശി പറയണം കേട്ടോ. അതേപോലെ പ്രതാപനം പറയുന്നുണ്ട്, ശരിയാണ് അമ്മേ, അവൾ വന്നു കഴിഞ്ഞാൽ അവൾക്ക് നല്ലൊരു സമ്മാനം വാങ്ങി കൊടുക്കണം എന്നിങ്ങനെ പറയണം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് ആഘോഷിക്കണം എന്നിങ്ങനെ പ്രതാപൻ പറഞ്ഞ് പൊട്ടി ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം മേഘനാഥൻ വാമദേവനോട് പോയിട്ട് പറയുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവം നടന്നു, ഞങ്ങളത് കത്തിച്ചു, ആ മണം ഏറ്റിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നിങ്ങനെ വാമദേവനോട് പറയണം. അതേസമയം വാമദേവൻ പറയുന്നുണ്ട്, നീ മിടുക്കനാടാ, ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല, എന്തായാലും നമ്മുടെ ശത്രുക്കളൊക്കെ നിഷ്പ്രഭരായി, ഇനി നമുക്ക് അവൻ്റെ എല്ലാ സ്വത്തുക്കളും നമ്മുടെ കയ്യിൽ വന്നു ചേരും, അത് ഉറപ്പായ കാര്യമാണ്, നീ ഇത് കരുണയോട് വിളിച്ച് പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കണം. കരുണയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയണം. അതേസമയം കരുണയും ഉണ്ണിയും കൂടിയിട്ട് തിമിർപ്പിലാണ് കേട്ടോ. ഇനി മഹാലക്ഷ്മി ഇല്ല, എന്തായാലും കണ്ണച്ചാരി ഇത് അറിഞ്ഞിട്ടില്ലല്ലോ, ഇതൊന്നും അറിയട്ടെ, ഏതായാലും നമ്മളായിട്ടൊന്നും അറിയിക്കണ്ട, ഈ സന്തോഷമൊക്കെ അടക്കി വയ്ക്കുക, ഇനി ഒരിക്കലും ഇത് ആഹ്ലാദ പ്രകടനമായിട്ട് നടത്തേണ്ട, എല്ലാ കാര്യങ്ങളും അറിയട്ടെ എന്നിങ്ങനെ കരുണ ഉണ്ണിയോട് ഇങ്ങനെ പറയണം കേട്ടോ. അതേസമയം മാർക്കോ ഇവർക്കെല്ലാവരും വേണ്ടി പണി കൊടുക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് ഇവരെ വെറുതെ വിടാൻ പറ്റില്ല, എന്തായാലും ഇവർക്കിട്ടൊരു പണി കൊടുക്കണം എന്നിങ്ങനെ വിചാരിക്കണേ. ഇടയ്ക്കിടയ്ക്ക് തന്നെ മഹാലക്ഷ്മി കണ്ണനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, പേടിക്കേണ്ട, ഞങ്ങൾ സേഫായിട്ട് ഇവിടെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്.